ലക്സംബർഗ് ബെൽജിയം സന്ദർശനങ്ങൾക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെട്ടു. സാന്താ മാർത്ത അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറപ്പെടും മുൻപ് പോപ്പ് വത്തിക്കാൻ സ്ക്വയറിനടുത്തുള്ള തെരുവിൽ ഉറങ്ങാനെത്തിയ ഭവനരഹിതരായ 10 പേരുമായി കൂടിക്കാഴ്ച നടത്തി. വൈകിട്ട് പോപ്പ് നോത്രദാം കത്തീഡ്രലിൽ കത്തോലിക്ക സമൂഹത്തെ അഭിസംബോധന ചെയ്യും. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ മുൻ മന്ത്രി വി സെന്തിൽ ബാലാജിക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ 2023 ജൂൺ 14 സെന്തിൽ ബാലാജി അറസ്റ്റിലായത്. 2013 അണ്ണാ DMK സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരിക്കെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. തൃശൂരിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ പീഡിപ്പിച്ച കേസിൽ SI കസ്റ്റഡിയിൽ. ഗ്രേഡ് SI ചന്ദ്രശേഖരനാണ് റൂറൽ വനിതാ പോലീസിന്റെ കസ്റ്റഡിയിലായത്. 2 വർഷം മുൻപ് ചാപ്പാറയിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. തിരുവല്ലയിൽ ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് റിട്ടയർഡ് പ്രൊഫസറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായത് വളഞ്ഞവട്ടം സ്വദേശി എബി മാത്യു. അറസ്റ്റ് കാർ തടഞ്ഞു നിർത്തിയ ആന്റണി ജോർജിന്റെ മൂക്കിന്റെ അസ്ഥി ഇടിച്ചു തകർത്ത സംഭവത്തിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കുടുംബമേളയും വനിതാ സാംസ്കാരിക വേദി സംഗമവും കോട്ടയം പൂഞ്ഞാറിൽ നടന്നു. പൂഞ്ഞാർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PN ലളിതാബായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 80 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങൾ, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുടുംബാംഗങ്ങളുടെ മക്കൾ, യുവ കവിയത്രിമാർ എന്നിവരെ ആദരിച്ചു. കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി വീണതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് പരിക്കേറ്റയാൾ മരിച്ചു. മരിച്ചത് വിതുര തൊളിക്കോട് സ്വദേശി ഷബിൻ ഷാജി. കൂടെയുണ്ടായിരുന്ന സഹോദരൻ ഷഹിൻ ഷായ്ക്കും പരിക്കേറ്റു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിതുര പോലീസ് കേസെടുത്തു. കോട്ടയം ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആരംഭിച്ച ബൈപ്പാസിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്ന് മോൻസ് ജോസഫ് MLA. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്കിന് പൂർണ്ണമായും പരിഹാരമാകുമെന്നും MLA. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ടാങ്കർ ലോറി സ്കൂൾ ബസ്സിലിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. റോഡ് പണിക്കുള്ള വെള്ളം കൊണ്ടുവന്ന ടാങ്കർ ലോറിയാണ് ബസ്സിലിടിച്ചത്. പരിക്കേറ്റ 11 വിദ്യാർത്ഥികളെ ആമച്ചൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി. ചില വിമാനങ്ങൾ വഴിതിരിച്ചു. നാഗ്പൂരിൽ സ്കൂൾ വാനിന് തീപിടിച്ചത് വിദ്യാർത്ഥികളെ കയറ്റാൻ പോയ വാഹനത്തിന്. വാനിനുള്ളിൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീയണച്ചത്. ഇടുക്കിയിൽ 20 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് വാറ്റുപകരണങ്ങൾ കണ്ടെത്തിയത്. കേസിൽ ഉടുമ്പൻചോല സ്വദേശി ബിനു, തമിഴ്നാട് സ്വദേശി ഗുരുവലക്ഷ്മണൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ യുവതിയെ വെട്ടിനുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവത്തിലെ പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശിയായ മുക്തിരഞ്ജൻ പ്രതാപ് റായിയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്താനിരിക്കെയാണ് പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഗുസ്തി താരവും ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ടിന് നോട്ടീസ് അയച്ച ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി. നോട്ടീസ് അയച്ചത് ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് ഹാജരാകാത്തതിനെ തുടർന്ന്. 14 ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം.